കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഒന്നാം വർഷ BBA വിദ്യാർത്ഥി മാങ്കുളം സ്വദേശിനി നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മാതാപിതാക്കളും കോളേജ് അധികൃതരും പറയുകയുണ്ടായി. ഞായറാഴ്ച രാവിലെ 8:30 നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദന ഹരിയാണ് മരിച്ചത്. അവധി ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനയെ ആദ്യം കാണുന്നത്. കോളേജ് അധികൃതർ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി. സംഭവത്തിൽ വിശദമായി അന്വേഷണം വേണമെന്നും ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും നന്ദനയുടെ പിതാവ് ഹരി പറഞ്ഞു. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ നിലത്തുമുട്ടിയാണ് നിൽക്കുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. എന്നാൽ ആരുമായും പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. നെല്ലിക്കുഴിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത്. ശനി ഞായർ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന 3 പേർ വീട്ടിലേക്ക് പോയിരുന്നു. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം 8 മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ക്യാമ്പസിലോ ഹോസ്റ്റലിലോ നന്ദനയെക്കുറിച്ച് ആർക്കും ഭിന്നാഭിപ്രായമില്ല എന്നും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മെട്രൻ പറഞ്ഞിരുന്നതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലടക്കം സജീവമായിരുന്നു നന്ദന. എന്നാൽ മരിക്കുന്നതിനു മുൻപ് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ്. പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടേത് ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ്. നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ ആരുമായും പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികതയൊന്നും കാണുന്നില്ലെന്നുമാണ് കോളേജ് പ്രിൻസിപ്പൽ പലയാവർത്തി പറഞ്ഞത്. നെല്ലിക്കുഴിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത്. ശനി ഞായർ ദിവസങ്ങൾ അവധിയായതിനെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന 3 പേരും വീട്ടിലേക്ക് പോയിരുന്നു. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം 8 മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടേത് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണത്തിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇതിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോതമംഗലം പോലീസ്. പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കയറിയത്. വെള്ളിയാഴ്ച ഫീസ് അടയ്ക്കാനുള്ള പണം പിതാവ് ഹരി നന്ദനയ്ക്ക് അയച്ചു നൽകിയിരുന്നു. മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബത്തിനും പ്രത്യേകിച്ച് ഒരറിവുമില്ല. അവൾ വളരെ നല്ല കുട്ടിയാണ്, ഒരിക്കലും ഇത് ചെയ്യില്ല. കൂട്ടുകാരും ബന്ധുക്കളും തറപ്പിച്ച് പറയുന്നതും അതുതന്നെയാണ്. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് മാത്രമാണ് നന്ദന സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്തത്. നന്ദനയെക്കുറിച്ച് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള മോശം കൂട്ടുകെട്ടുകൾ നന്ദനയ്ക്കുള്ളതായി ആർക്കും അറിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മകൾ ഫോണിൽ വിളിച്ചിരുന്നു. 35,000 രൂപ കോളേജ് ഫീസ് അയച്ചു കൊടുത്തതായും പിതാവ് ഹരി പറഞ്ഞു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നടന്നത് ആത്മഹത്യ തന്നെയാണോ എന്ന സംശയമാണ് പലരും രേഖപ്പെടുത്തുന്നത്.